പലരും പറയാ അവന് ടെൻഷനേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും കൂടെ പുഷ് ചെയ്യുക. പക്ഷെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഹൈലി സ്ട്രെസ്ഡ് ആണ്. ചേട്ടൻ വരിക എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ വരിക തന്നെ 12 ഫ്രണ്ട്സിന്റെ കൂടെ 6 ബൈക്കിലായിട്ട് വരുന്നു. അതൊരു സംഭവമാണ്. അപ്പൊ റസിന് കുട്ടികളെയും എന്താ ഒരാണിന്റെ മുന്നിൽ താഴാത്ത മക്കളായിരിക്കണം എന്നുള്ളൊരു ഇതിലാണ് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ചിലപ്പോ എനിക്കിങ്ങനെ തോന്നി എവിടേക്കോ ഇത് പാടുന്നുണ്ടല്ലോ. പലപ്പോഴും എന്താ പറയാ, പലരും കല്യാണം കഴിക്കുമ്പോ പറയും എന്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അപ്പോഴാണ് അപ്പൊ ഞാൻ അത്രയും നാൾ അടിച്ചു പൊളിച്ച് നടന്ന പോലെ. എനിക്കത് തിരിച്ചായിട്ടാണ് കേട്ടോ തോന്നിയിരുന്നിട്ടുള്ളത്. നമ്മൾ തമ്മിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഹസ്ബൻഡ് ഇതുപോലെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ എവിഡന്റ്ലി നിർബന്ധിക്കാത്ത ഒരു ഹസ്ബൻഡ് ആണെങ്കിലും ഇൻഡയറക്ട്ലി നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. ബോയ്സിന് നമ്മളെപ്പോഴും ഇപ്പൊ അവർക്ക് ക്ലിയർ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അവർ ഇന്ന പ്രായമാകുമ്പോഴത്തേക്ക് അവർക്കൊരു ജോലി ഉണ്ടാവണം, ജോലി കഴിഞ്ഞ് ഇന്ന പ്രായമാകുമ്പോഴത്തേക്കും എന്താ പറയാ ഒരു വീട് വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം. അപ്പൊ ഇന്റർനാഷണൽ വിമൻസ് ഡേ ഇസ് അപ്പ്. ഇന്ന് നമ്മുടെ കൂടെ വിമൻസ് ഡേക്ക് സംസാരിക്കാനായിട്ടുള്ളത് ഒരു ഓസം ലേഡിയാണ്. ഷീസ് നിഷ. നിഷ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. IIM വെച്ച് ഒരുമിച്ചുള്ള പരിചയമാണ്. പിന്നെ കൂടാതെ ഷീസ് എ കോ ഫൗണ്ടർ ഓഫ് കൺസോൾ അസോസിയേറ്റ്സ്. കൺസോൾ അസോസിയേറ്റ്സ് എന്നുള്ളത് ഒരു ബിസിനസ് കൺസൾട്ടിംഗ് ഫേം ആണ്. കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ നിഷ? കൺസോളില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോസസ് കൺസൾട്ടിംഗ് ആണ് ബേസിക്കലി. അപ്പൊ കമ്പനീസിന്റെ ഇന്റേണൽ പ്രോസസ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് അവരെ സ്കെയിൽ അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതാണ് കൺസൾട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കൺസൾട്ടൻസ് ആണ് ഉള്ളത്, ഫോക്കസിംഗ് ഓൺ ഈച്ച് ഇൻഡസ്ട്രി ലൈക് മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ എക്സെട്ര. അപ്പൊ ആസ് എവിഡന്റ് ഇറ്റ് ഇസ് ഒരു വർക്കിംഗ് വുമൺ ആണ്. അപ്പൊ ഇന്നത്തെ വുമൻസ് ഡേയിൽ നമുക്ക് പാസ് ചെയ്യാനുള്ളത് എന്താണ് ശരിക്കും ഒരു വർക്കിംഗ് വുമന്റെ ലൈഫ്? ഇപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ പല കാര്യങ്ങൾ തോന്നും, എന്നാൽ അകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പൊ ഒരു പച്ചയായ ഡിസ്കഷൻ ആണ് അബൌട്ട് മദർഹുഡ്, ഒരു വർക്ക് ആൻഡ് ഫാമിലി ബാലൻസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ. നമുക്ക് തുടങ്ങാം അല്ലേ? നിഷ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. IIMKയില് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിഷയുടെ മൂത്ത ആള് 10th അല്ലെ? 2 മക്കളാണ്. അതെ, മൂത്ത ആള് 10th. അപ്പൊ എങ്ങനെയാണ് ഒരു സ്റ്റുഡിയസ് മദർ എന്നുള്ള നിലയിൽ മോന്റെ സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഹൗ ഡു യു ബാലൻസ് ഇറ്റ്? എക്സ്പെക്ടേഷൻസും റിസൾട്ടും ഒക്കെ കൂടെ. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. കാരണം മോൻ എന്ന് പറയുന്നത് അവന്റെ ഒരു ക്യാരക്ടർ. ഞാൻ ഈ വഴിക്കാണെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ അവൻ അവന്റെ വഴിക്കാണ്. അത് ഞാൻ വളരെ ഏർലി ഇൻ ഹിസ് ഏജ് ഇറ്റ് സെൽഫ് ഐ റിയലൈസ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ ആളെ ഡയറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, സ്ക്രൂ ചെയ്യാനും പറ്റില്ല. ആൾക്ക് തോന്നിയാൽ ആള് പഠിക്കും, അങ്ങനെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു സപ്പോർട്ടിംഗ് മോഡ് മാത്രമാണ് ചെയ്യുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ്, ഇപ്പൊ ഹിസ്റ്ററി ആൾക്ക് വളരെ ഇഷ്ടമാണ്. സോ ഹി സ്റ്റഡീസ് ബൈ ഹിംസെൽഫ്. നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വി ജസ്റ്റ് ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ഫോർ ദം. ബട്ട് അതേസമയം മാത്സ് വി ഫൗണ്ട് ദാറ്റ് ഹി ലൈക്സ് ഇറ്റ് എ ലോട്ട്, ബട്ട് ഹി ലാക്ക് പ്രാക്ടീസ്. അപ്പൊ അത് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക, പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പ് വേണ്ടത് പോലും നമ്മൾ ആ സപ്പോർട്ട് കൊടുക്കണം. ആൻഡ് സയൻസ് ഇസ് വൺ ഓഫ് ഹിസ് അതർ ഫേവറേറ്റ് സബ്ജക്ട്, കെമിസ്ട്രി എസ്പെഷ്യലി, വിച്ച് ഐ എം ഓൾസോ വെരി ഫോണ്ട് ഓഫ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്ട്. അതിലും അയാളുടെ അടുത്ത് ഒന്നിച്ച് പഠിക്കലേ നടക്കുള്ളൂ, അല്ലാതെ ഒരു പഠിപ്പിക്കൽ അവിടെ നടക്കാറില്ല. സോ വി സ്റ്റഡി ടുഗെദർ എന്നുള്ള മോഡിലാണ് ചെയ്യാറ്. ശരിക്കും അത് തന്നെയാണല്ലോ വേണ്ടതല്ലേ? നമ്മൾ പലപ്പോഴും ഈ സ്ക്രൂ ചെയ്ത് കുട്ടികൾക്ക് പഠിത്തത്തെ തന്നെ വെറുത്ത് വരുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാതെ ഏത് സബ്ജക്റ്റിൽ ഏത് രീതിയിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി പേഴ്സണലൈസ് ചെയ്യാന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഓൾറെഡി ആവശ്യത്തിന് സ്ക്രൂ ഫ്രം സ്കൂൾ. അപ്പോ എന്റെ വീട്ടിൽ അതിന്റെ ഒരു ലോഡ് കൊടുക്കുന്ന കാര്യമില്ല. പലപ്പോഴും പല പേരത്ത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് പലരും പറയാ അവന് ടെൻഷനേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും കൂടെ പുഷ് ചെയ്യുക. പക്ഷെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഹൈലി സ്ട്രെസ്ഡ് ആണ്. പക്ഷെ കുട്ടികൾ ചിലപ്പോൾ പേരൻസിന്റെ അടുത്ത് ഭയങ്കര കൂളായിട്ടായിരിക്കും. അതും ബോയ്സ് പ്രത്യേകിച്ച്. ഇപ്പൊ എന്റെ മോളുടെ കാര്യം എടുത്താൽ എനിക്കറിയാം, ചെറിയ ആളാണ്, 5th ആണെങ്കിൽ പോലും ഷീസ് വെരി കൂൾ അബൌട്ട് സ്റ്റഡീസ്, ബട്ട് ഷീസ് വെരി ഫോക്കസ്ഡ്. ആളുടെ അടുത്തൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇയാൾ അങ്ങനെയല്ല, ഇയാളെ ഓർമ്മിപ്പിക്കണം. 10th സ്റ്റഡി ബ്രേക്ക് ഉണ്ട്. സോ ഇഫ് യു ഹാവ് എ സ്റ്റഡി ബ്രേക്ക് ഓഫ് 10 days, ആദ്യത്തെ 5 days ഉറപ്പാണ് ആള് വെറുതെ നടക്കുന്നത്. അത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദി 5 days ഓൾസോ പഠിക്കുന്ന സമയത്ത് ഹി സ്റ്റഡീസ്, ബട്ട് ബ്രേക്ക് ടൈം ഓക്കെ മോനെ, ഹൗ മച്ച് ടൈം ഡു യു വോണ്ട് ബ്രേക്ക്? 15 minutes അമ്മ എന്ന് പറഞ്ഞ് പോയിട്ട് 20 minutes ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം, മോനെ 20 minutes, അത്രേ ഉള്ളൂ.
അതിനെ ചെയ്തു. നിഷ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു 10 days ബ്രേക്കിന് എല്ലാ ദിവസവും പഠിച്ച് ഞാൻ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അറ്റ്ലീസ്റ്റ് ഫ്രം 10th onwards. 9th വരെ ഞാൻ നന്നായിട്ട് ബട്ട് 10th onwards ഐ ഹാഡ് എ ഡ്രീം, ഐ ഹാഡ് എ ടാർഗറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ അങ്ങനെ വലിയ പുഷ് പേരൻസ് ഒന്നും ആയിരുന്നില്ല. എന്റേത് സെയിം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സ്റ്റഡി. എന്റേത് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പുഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്ന കാര്യം നമുക്ക് തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ശീലവും വന്നത് ചിലപ്പോൾ പുഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ മൈൻഡ് വാസ് എൻ അക്കാഡമിക് ഫാമിലി. ഇപ്പൊ അമ്മ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്, അച്ഛൻ എഞ്ചിനീയർ ആണ്. സോ ഞങ്ങളുടെ എനിക്ക് 2 brothers ആണ്. അപ്പൊ ഞങ്ങളെല്ലാം എഞ്ചിനീയർ, ഒരാൾ എഞ്ചിനീയർ അല്ലേ, രണ്ടാണ് ഞങ്ങൾ 3 പേര് എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ചേട്ടൻ ആ 12th വേണ്ട പോലെ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യരുത് എക്സ്പെക്ടേഷൻ എന്റെ പേരൻസിനും ഉണ്ടായിരുന്നു, എനിക്കും അത് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു സെൽഫ് ഡ്രിവൻ ആയിരുന്നു. പിന്നീടാണ് പക്ഷെ അച്ഛനും അമ്മയും അങ്ങനെ പുഷ് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദേ ആർ വെരി കൂൾ വിത്ത് വാട്ട് എവർ ഐ ബ്രിങ് ഇൻ എന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് they had high expectations from me, but it's just that they didn't push me അത്രയോ. പക്ഷെ നല്ല രീതിയിലാണ് എക്സ്പെക്ടേഷൻ അവർ ഡെലിവറി ചെയ്തത് അല്ലേ? ഡെലിവറി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡോട് സംസാരിക്കും, ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിഷ എന്താ മെക്കാണോ എന്ന് ഹസ്ബൻഡ് തോന്നിയിട്ടുണ്ട്. ഹസ്ബൻഡ് മെക്കാണ്. അപ്പൊ നിഷയുടെ ഒരു വൈബൊക്കെ കണ്ടിട്ട് ആള് മെക്കാണോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്റെ ബ്രദേഴ്സ് മെക്കാണെന്ന് പറഞ്ഞു. 3 മെക്കുകാരുടെ കൂടെ ഞാൻ ജീവിച്ചത്. എന്റെ അച്ഛനും എന്റെ ഹസ്ബൻഡും എന്റെ എൽഡർ ബ്രദറും മെക്കാണ്. അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. എങ്ങനെയാ അപ്പൊ ഒരു നിഷ CS അല്ലേ? അതെ, CS-ഉം മെക്കും. അപ്പൊ ആ ഒരു ലേണിംഗ് ഫേസിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ഡേയ്സിൽ തന്നെ അതിന്റെ ഒരു ഡിഫറൻസസ് ഉണ്ടായിരുന്നോ? അതായത് ഇപ്പം ഞാൻ ഈസി ആയിരുന്നു, ഈസി മെക്കം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അതുപോലെ വീട്ടിൽ വരുമ്പോ അടിയുണ്ടായിരുന്നു? ഇല്ല, ചേട്ടൻ ഒന്നാമത് പുറത്തെ പഠിച്ചത്, കോയമ്പത്തൂർ പഠിച്ചത്. സോ വി ഡിഡ്ന്റ് സീ ഹിം മച്ച് ആഫ്റ്റർ സ്പിരിറ്റ്. സ്പിരിറ്റ് ഓഫ് കോഴ്സ്. ചേട്ടൻ വരിക എന്ന് പറയുന്നത് കോയമ്പത്തൂർ നിന്ന് വരിക തന്നെ 12 ഫ്രണ്ട്സിന്റെ കൂടെ 6 ബൈക്കിലായിട്ട് വരുന്നു. അതൊരു സംഭവമാണ്. ടേസ്റ്റി കൂടെ ആയിരുന്നു. സാധാരണ സ്കൂളിൽ പോണ പോലെ പോയി വന്ന് പഠിച്ചത്. ബട്ട് യുനോ വൺസ് വി ഗ്രൂ അപ്പ്, അപ്പൊ ആ സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ബോയ് ആൻഡ് ഗേൾ വി വർ ജസ്റ്റ് 2 years apart. അപ്പോ വി ഡിഡ്ന്റ് ടോക്ക് മച്ച് അറ്റ് ദാറ്റ് ഏജ്. അറിയാലോ ആ സമയത്ത് 2 ഡിഫറെന്റ് വ്യൂസിൽ. ബട്ട് വൺസ് വി ഗ്രാജുവേറ്റഡ് ആൻഡ് വി സ്റ്റാർട്ടഡ് ജോബ്, എപ്പോഴായാലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും വി ആർ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പൊ നമുക്കത് വി ബോത്ത് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് സ്പെഷ്യാലിറ്റി. ശരിയാണ്, വയസ്സ് കൂടി വരുമ്പോ ചിലപ്പോ നമ്മൾ റിയലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് സിബ്ലിങ്സിന്റെ ഇടയിൽ ആ ഒരു കോപ്പറേഷൻ ഒക്കെ വരുന്നത് ചിലപ്പോ കുറച്ചുകൂടെ ബോധം വരുമ്പോഴാണ്. ഇപ്പൊ ചിലത് അച്ഛനോടും അമ്മോടും ഡിസ്കസ് ചെയ്യണ്ടാത്തത് പോലും ഞങ്ങൾ തമ്മിലാണല്ലോ ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ ഗേൾ ബോയ് എന്ന് പറഞ്ഞപ്പോഴാണ്, എന്റെ വീട്ടില് 2 പെൺമക്കളാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ എന്താ ഒരു ഗേൾ ബോയ് ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ഒന്നും അങ്ങനെ അറിഞ്ഞല്ല വളർന്നു വന്നത്. ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ ആയിരുന്ന സമയത്തും ഞാനൊരു 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇൻഡിവിജ്വലി ഞങ്ങളുടെ ഒരു വീട്ടിലേക്ക് മാറുന്നത്. അതുവരെ ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെയും പെൺകുട്ടികളായിരുന്നു കൂടുതലും എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം കുട്ടികളുടെ ഇടയിൽ അങ്ങനെ കണ്ടിട്ടില്ല. നിഷയുടെ അവിടെ എങ്ങനെയായിരുന്നു ഒരു ആൺ പെൺ വ്യത്യാസം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ലെവലിൽ അച്ഛൻ ഒരിക്കലും ആൺപെൺ വ്യത്യാസം കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാല് ഐ ന്യൂ ഓൾ ദ ഗെയിംസ്. അതായത് ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും കാർഡ്സ് ആണെങ്കിലും. സാധാരണ ആ കാലത്ത് അറിയാലോ പെൺകുട്ടികളെ ചീട്ട് കളിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ഒരു പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ രസം പറഞ്ഞതിൽ ആ വൈബ് വരാനുള്ള മെയിൻ കാരണം അതാണ്. പലപ്പോഴും ഞാനൊരു ടോം ബോയ് ആയിട്ടാണോ അമ്മയാണ് പിന്നെയും ഓക്കെ വിളക്ക് വെക്കാനും അല്ലെങ്കിൽ പിന്നെ കുറച്ചൊരു ഞങ്ങള് എന്താ പറയുക കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള, റിലീജിയസ് ആണ് ഹൈലി റിലീജിയസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ആ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു വാല്യൂ കീപ്പ് ചെയ്യുന്ന. അതെ അതെ, അത് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയാലും അപ്പോ സ്ഥിരമായിട്ട് വീട്ടിൽ വിളക്ക് വെക്കേണ്ടത് പെൺകുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ പൂരം വരുമ്പോ പറ നിറയ്ക്കുന്നത്. പക്ഷെ ദാറ്റ് വാസ് ലൈക്ക് എ സ്പെഷ്യൽ പ്ലേസ് ഗിവൺ ടു എ ഗേൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡിസ്ക്രിമിനേഷനേക്കാൾ അതൊരു എന്താ പറയാ നല്ല കാര്യമായിട്ടാണ്. അങ്ങനെയാണ് വളർന്നു വന്നത്. ഈ പറഞ്ഞ പോലെ ഞാനും അനിയത്തിയും അച്ഛനും കൂടെയുള്ള ചീട്ടുകളിയായിരുന്നു വീട്ടില്. നമ്മുടെ മെയിൻ സമയം കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോം ചെയ്യുന്നത് ഇതായിരുന്നു. പിന്നെ പക്ഷെ അതിലൊരു ട്വിസ്റ്റ് പറയട്ടെ, ഞാൻ അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിലും അതെ, ഇവര് 2 പോലെ ഒരാള് മൂത്താള് ബോയും 2ാമത്തെ ആള് ഗേളുമാണ്. 2 പേരെയും ഇതുപോലെ ഒരേ പോലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇപ്പൊ കാർഡ്സ് ഞാൻ കളിക്കാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്.
പഠിപ്പിച്ചിരുന്നു. അപ്പൊ മോനിപ്പോ 10th അവന് പ്രോബബിലിറ്റിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. സോ ഓൾ ദ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് കം ഫ്രം എ വാട്ട്സ് എ പ്രോബിലിറ്റി ദാറ്റ് യു ഗെറ്റ് എ ബ്ലാക്ക് കിങ് വെൻ യു പിക്ക് അപ്പ് ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ്സ് എന്നൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ളത് വരുമ്പോൾ ഹി നോസ് ഇറ്റ് വെരി ഈസിലി ബിക്കോസ് ഹി നോസ് ദ കാർഡ്സ്. അപ്പൊ ആരും പറയായിരുന്നു, മോൻ പറയായിരുന്നു, അവന്റെ ക്ലാസ്സിലെ പല കുട്ടികൾക്കും അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല. Deck of cards, അപ്പൊ നിഷ മക്കളുടെ അടുത്തേക്ക് വരുമ്പോ ആ ഒരു ഇതെങ്ങനെയാ കീപ്പ് ചെയ്യുന്നത്? അതായത് ഏതെങ്കിലും ഏരിയാസിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആൺകുട്ടിയോട് ഞാൻ ഇങ്ങനെ, ഒബ്വിയസ്ലി നമുക്ക് ചില ഏരിയാസിൽ കാണുമ്പോൾ പെൺകുട്ടികൾക്ക് കിട്ടേണ്ട കുറച്ച് ശീലങ്ങൾ ഉണ്ടാവും, ആൺകുട്ടികൾക്ക് കിട്ടേണ്ട കുറച്ച് ശീലങ്ങൾ ഉണ്ടാവും. അപ്പോ ഞങ്ങളുടെ അവിടെ ഈ ഞങ്ങളിപ്പോ എത്ര അവരെ ഈക്വൽ ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഹസ്ബൻഡ് അച്ഛന്റെ മരണശേഷം മദറാണല്ലോ വളർത്തിയത്. അപ്പോ റസിന്റെ മദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബോൾഡ് ലേഡിയാണ്. അപ്പൊ ഒറ്റയ്ക്ക് മോനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ലേഡിയാണ്. അപ്പൊ റസിന് കുട്ടികളെയും ഒരാണിന്റെ മുന്നിൽ താഴാത്ത മക്കളായിരിക്കണം എന്നുള്ളൊരു ഇതിലാണ് പെൺകുട്ടികളെയും വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ചിലപ്പോ എനിക്കിങ്ങനെ തോന്നി എവിടേക്കോ ഇത് പാടുന്നുണ്ടല്ലോ. എന്താ നിഷയുടെ ഒരു അത് ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ നമ്മുടെ DNA തന്നെ വരുന്നതല്ല, കുട്ടികളുടെ DNA വ്യത്യാസമുണ്ട്. ബട്ട് സ്റ്റിൽ ഈ കേപ്പബിലിറ്റി ഞാൻ രണ്ടുപേർക്കും ഒരുപോലെയാണ് വളർത്തുന്നത്. അതായത് ഇപ്പൊ കുക്കിങ്ങില് ഹെൽപ്പ് ചെയ്യാനായാലും അറൌണ്ട് ഹൗസ് ഹെൽപ്പ് ചെയ്യാനായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടുപേർക്കും ഈക്വലി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ തന്നെ എവിഡന്റ് ആണ്, മോൾക്ക് ചില കാര്യങ്ങൾ കുറച്ചും കൂടി, അതായത് അവൾ തുണി മടക്കി വെക്കുന്നത് മച്ച് മോർ നീറ്റർ ദാൻ ഹി ഡസ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ഞാനൊന്ന് എന്താ പറയാ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യും. യു ഡു ദിസ് വെൽ. അതുകൊണ്ട് എന്നും പാത്രം കഴുകി കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്ത് എടുത്ത് വെക്കുന്നത് മോളായിരിക്കും. അതിന് എന്റെ സെൽഫിഷ് റീസൺ, when she does it, she does it properly. അതിൽ കൂടെ she also learns things around the house. അപ്പൊ അത് ഞാനിപ്പോ മോനെ കൊണ്ട് ചെയ്യാൻ ഞാൻ വല്ലാതെ ഫോഴ്സ് ചെയ്യാറില്ല. ബട്ട് അതേസമയം തുണി വിരിക്കുന്നത് ഞാൻ രണ്ടുപേരെ കൊണ്ട് വിരിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ പാത്രം കഴുകുന്നത് രണ്ടുപേരും പാത്രം കഴുകണം എന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും. ശരിക്കും ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ അല്ലേ? ലൈഫ് സ്കിൽസ് അല്ലേ. പിന്നെ ചിലർക്ക് ചിലതിനോട് കൂടുതൽ താല്പര്യം കാണും. നമ്മളോട് തുണി മടക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് ചിലപ്പോൾ പാത്രം കഴുകാൻ ഇഷ്ടം ഉണ്ടാവില്ല, പാത്രം കഴുകാൻ ഇഷ്ടം തിരിച്ചു. അപ്പൊ ഓരോരുത്തര് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക എന്ന് എല്ലാത്തിലും പിച്ചും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതെ, അത് ഞാൻ ആക്ച്വലി വിധുവിന്റെ പ്രശ്നത്തിലും കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത്. കാരണം ഇതൊന്നും ഹെൽപ്പിംഗ് അറൌണ്ട് ദ ഹൗസ് അല്ല, ദിസ് ഇസ് വാട്ട് യു ഡു വെൻ യു ആർ എ ഫാമിലി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹസ്ബൻഡും അതെ, ആ കാര്യം വളരെ പെർട്ടിക്കുലർ ആയിരുന്നു, നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഹസ്ബൻഡ് കാര്യം പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിനെ പറ്റി കൂടെ ഒന്ന് പറയാൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരു IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ പലപ്പോഴും എന്താ പറയാ, പലരും കല്യാണം കഴിക്കുമ്പോ പറയും എന്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അപ്പോഴാണ് അപ്പൊ ഞാൻ അത്രയും നാൾ അടിച്ചു പൊളിച്ച് നടന്ന പോലെ. എനിക്കത് തിരിച്ചായിട്ടാണ് കേട്ടോ തോന്നിയിരുന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ 18 ഇയേഴ്സിൽ ലൈസൻസ് എടുത്ത ആളാണ്. പക്ഷെ എന്റെ വിവാഹം കഴിയുന്നവരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എല്ലാം ഉള്ള വീട്ടിൽ എന്നെ വണ്ടി ഓടാൻ സമ്മതിക്കില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം മോനുണ്ടായതിനു ശേഷം ഞങ്ങൾ US പോയിരുന്നു. അപ്പൊ അവിടെ വണ്ടി ഓടിക്കാതെ നമുക്ക് രക്ഷയില്ല. പുള്ളി ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ വെച്ച് പേ ചെയ്ത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ തിരിച്ചു നാട്ടിൽ വന്നിട്ടും സെയിം തിങ്. മോളുണ്ടായതിനു ശേഷം യു ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഇൻ യുവർ ട്രാവൽ എന്ന് പറഞ്ഞ്. അപ്പൊ ഞാനത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയായിരുന്നു. സ്പേസും കിട്ടി. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് എന്റെ ഭാഗ്യം. ഹസ്ബൻഡ് ഡ്രൈവിങ്ങിന് പറയുമ്പോ നിഷയ്ക്ക് അത് ചെയ്യണം എന്നുണ്ടായിരുന്നോ? ആദ്യം പൊതുവെ എന്റെ ഒരു ശീലം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കംഫർട്ട് സോൺ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ എന്തെങ്കിലും നമ്മൾ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഹസ്ബൻഡ് ഇതുപോലെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ എവിഡന്റ്ലി നിർബന്ധിക്കാത്തൊരു ഹസ്ബൻഡ് ആണെങ്കിലും ഇൻഡയറക്ട്ലി നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ ഇതുവരെ എനിക്ക് ആ ഒരു ഇതിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കംഫർട്ട് സോണിലാണ്. അതാണ് എടുത്ത് ചോദിക്കാൻ കാര്യം. കംഫർട്ട് സോൺ ആണെങ്കിലും ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മേ ബി ഈ പറഞ്ഞ പോലെ രണ്ട് ബ്രദേഴ്സിന്റെ ഇടയിൽ ഇടികൂടി ജീവിച്ചത് കൊണ്ടായിരിക്കും ഞങ്ങൾ നല്ലപോലെ ഫൈറ്റ് ചെയ്യാറുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല WWE ഫൈറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് അതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് വി ആർ വെരി മാന്യബിൾ.
അപ്പോ റിജിഡ് അല്ല പല കാര്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിപ്പോ പറയാണ് ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് താൻ പഠിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും. അതിപ്പോ പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ് കേട്ടോ. അത് ദാറ്റ് ഇസ് വൺ തിങ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ അങ്ങനെയാണ്. ആദ്യം പറയുമ്പോ തന്നെ ഒന്ന് വേണ്ട എന്ന് പറയാനാണ് താല്പര്യം. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് സ്വയം ചിന്തിക്കും. സംതിങ് ഗുഡ് ബിഹൈൻഡ് ഇറ്റ്. ഞാൻ ഇതുപോലെ രസോരോ കാര്യങ്ങൾ പറയും. ഈവൻ ഈ യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഒക്കെ ഇതുപോലെ എന്താ പറയുക രസം പറഞ്ഞു പറഞ്ഞു ഇനി വേറെ മാർഗ്ഗമില്ല എന്തേലും ഒരെണ്ണം അങ്ങ് ചെയ്യാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പലതും. പക്ഷെ അങ്ങനൊന്നും അല്ല. എന്നാലും സ്ലോലി ഐ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ് എന്നുള്ളതാണ്. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എൻജോയ് ചെയ്ത് അതിന്റെ റിസൾട്ട് ആകുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഡ്രൈവിംഗ് എന്ത് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റാത്തൊരു ഏരിയ ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് ചെയ്തു എന്നത് അദ്ദേഹം ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോന്ന് ഇടയ്ക്ക് എനിക്ക് ഡൗട്ട്. അത് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ റസിനെ കേൾപ്പിക്കാം. കാരണം വണ്ടിക്ക് നീതി കൊള്ളാനുള്ള ഒരു സ്ഥലം ബാക്കിയില്ല. എപ്പോഴും അതെ പുള്ളി അതൊക്കെ ശരിയാക്കി നോക്കി പെയിന്റ് ഒക്കെ ചെയ്ത് എല്ലാം കൊണ്ടിട്ടാല് 2 ദിവസം കഴിയുമ്പോ ഒരു പോറൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ പോർഷൻ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് ഞാൻ റസിനെ കേൾപ്പിക്കുന്നതാണ്. ഹസ്ബൻഡിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തന്നത് അല്ലേ? വേറൊരു പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്രോപ്പർ അറേഞ്ച് മാരേജ് ആയിരുന്നു. അതായത് വന്ന് ട്രഡീഷണൽ പോലെ പെണ്ണ് കണ്ട്. എത്രാമത്തെ വയസ്സിലായിരുന്നു? ഐ വാസ് 23. ഓക്കെ. അപ്പൊ ഞാനൊരു 21 ഗ്രാജുവേറ്റ് ചെയ്തു. ഐ വർക്ക് ഫോർ 2 years. 2 years ആയപ്പോ അച്ഛനമ്മയും പറഞ്ഞു ഓക്കെ ബോറടിച്ചില്ലേ ഒറ്റയ്ക്ക് ജീവിക്കാൻ നോക്കി തുടങ്ങാം. ശരിക്കും ബോറടിച്ചായിരുന്നോ? ഒരിക്കലില്ല. ബട്ട് യു നോ ദർ ഇസ് ഓൾസോ എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എൻജോയ്മെന്റ് ആഫ്റ്റർ മാരേജ് പിന്നീട് മനസ്സിലാവും. അപ്പോ അങ്ങനെ ഒരു പ്രോപ്പർ അറേഞ്ച് മാരേജ് കഴിഞ്ഞ് വി ഫെൽ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. വി സ്റ്റിൽ കീപ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. അപ്പോ മേ ബി അത് ഒരു പെർഫെക്റ്റ് സിനർജി വന്നത് കൊണ്ടായിരിക്കും കേട്ടോ. ബട്ട് ഐ ഫീൽ ദ ചാൻസസ് ഓഫ് ദാറ്റ് ഓൾസോ. എല്ലാവരും ഒരു അറേഞ്ച് മാരേജ് നോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നോക്കുന്ന കോമ്പാറ്റബിലിറ്റി ഇപ്പോ എന്റെ അച്ഛനും അമ്മയും പോലെയുള്ള അതേപോലെ വർക്ക് ചെയ്യുന്ന 2 പേരൻസ് ആണ് അപ്പത്തുണ്ടായിരുന്നത് ബിനോയ്ക്ക്. അവിടെയുള്ളതും അയാൾക്കൊരു സിസ്റ്ററാണ്. അപ്പോ വെരി സിമിലർ ഫാമിലീസ്. അതുകൊണ്ട് തന്നെ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് പോവാൻ ദർ വാസ് നോട്ട് മച്ച് ഡിഫിക്കൽട്ട്. അതുകൊണ്ടൊക്കെ വേറെ നട്ടതായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇപ്പൊ ബിനോയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ ബിനോയുടെ അച്ഛൻ എന്നോട് ചോദിച്ചു ഐ ഹാവ് എ നിക് നെയിം അറ്റ് ഹോം. അപ്പോ മോളെ നിഷാന്ന് വിളിക്കുന്നതാണോ അതോ ആ നിക് നെയിം വിളിക്കുന്നതാണോ താല്പര്യം എന്ന് വരെ ചോദിച്ചത്. പക്ഷെ അപ്പൊ ഞാൻ ആ സമയത്ത് ഐ തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഹാവ് ദ കോൾ ദ നിക് നെയിം. കാരണം അപ്പൊ എനിക്ക് ഒരു എന്താ പറയാ ഇപ്പൊ ആരെങ്കിലും നിഷാന്ന് വിളിക്കുമ്പോൾ ഇറ്റ്സ് ടു ഫോർമൽ. അപ്പൊ അത് ഹോംലി ഫീൽ വരും. അതെ അതെ. അതുകൊണ്ട് ഇപ്പൊ എന്താണ് ആ ഫാമിലി എല്ലാവരും എന്നെ നിക് നെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഞാൻ എന്റെ ലൈഫില് കരിയറിലേക്ക് വരുന്നത് ഭയങ്കര തീരെ പ്ലാൻഡ് അല്ലാതെ ഒരു പെട്ടെന്നൊരു മൊമെന്റിലായിരുന്നു കരിയറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ എന്നാൽ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലാണെങ്കിൽ നോക്കുമ്പോൾ ചെറുതിലെ എനിക്ക് ഒരു ജോലി വേണം, കോളേജ് കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് കയറണം, നല്ലൊരു കമ്പനി കയറി സാലറി കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ വളർന്നു വന്നൊരു പാർട്ടിയാണ്. അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ചെറുതിലേ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അമ്മായിയമ്മ പോര്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റേ രാവിലെ ഇറങ്ങി ജോലിക്ക് പോവാന്നുള്ളത് അതൊരു നമുക്ക് വേണ്ടുന്നൊരു കാര്യമാണ്, അതൊരു റൈറ്റ് ആണ് നമ്മുടെ എന്നുള്ള രീതിയിൽ പറയും. എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് മെജോറിറ്റി അച്ഛന് അത് ഇഷ്ടമില്ലാഞ്ഞോണ്ട് അമ്മ ജോലിക്ക് പോവാത്തതാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അമ്മ പറയുന്നത്. ജോയിന്റ് ഫാമിലിയിലായിരുന്നു, അപ്പൊ അറിയാലോ അവിടുത്തെ ചലഞ്ചസും ഒക്കെ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും വേഗം തന്നെ ഒരു ജോലിക്ക് കയറാന്നുള്ളത് മനസ്സിലുണ്ടായിട്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ എന്താ നമ്മള് മനസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. പിന്നെ ഒരു വലിയ ബ്രേക്ക് ആയിരുന്നു. അപ്പൊ നിഷ എങ്ങനെയാണ് ഒരു പ്ലാൻഡ് ആയിട്ടാണോ ഒരു കരിയറിലേക്ക് വരുന്നത്? എനിക്ക് തോന്നുന്നു എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഇൻ ദ സെൻസ് എന്റെ മനസ്സിൽ ഒരിക്കലും ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ബോത്ത് മൈ പേരൻസ് വർക്കിംഗ്. അതില് അമ്മയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറീസ് ആയിട്ടും അല്ലെങ്കിൽ ഞാൻ കാണുന്നതുമായിരുന്നു. അമ്മ പി എച്ച് ഡി എടുത്തത് വെൻ ഷി വാസ് അബൌട്ട് 40 years. ആ സമയത്ത് അമ്മ പി എച്ച് ഡി എടുത്തത്. ഐ വാസ് ഇൻ ലൈക് 7th standard. അപ്പൊ അമ്മയുടെ കൂടെ ഞാൻ ലാബിൽ പോകുമായിരുന്നു, അനാലിസിസ് ചെയ്യാൻ. ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും നോർമൽ തിങ്. അപ്പൊ പിന്നെ അന്ന് ഇപ്പൊ 12th ആവുമ്പോഴത്തേക്കും ജോലി കിട്ടാൻ അന്നത്തെ ഏറ്റവും ഗ്ലാമറസ് ജോബ് എന്ന് പറയുന്നത് ഒരു IT ജോബാണ്. IT ഇൻഡസ്ട്രി വാസ് ബൂമിങ്.
അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു ടാർഗറ്റ്. അതിൽ സീറ്റ് കിട്ടുക എന്നുള്ളത്, അത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ എന്നുള്ളതായിരുന്നു ഒരു ഡ്രീം. കാരണം വെച്ചാൽ ഐ കുഡ് ഗോ ഫ്രം ഹോം, ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ട. ദെൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫോർച്ചുനേറ്റ്ലി ക്യാമ്പസ് സെലക്ഷൻ ആയി, കരിയർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ദ ഫസ്റ്റ് ബ്രേക്ക്, ബട്ട് ഈവൻ ഐ ടുക്ക് എ ബ്രേക്ക്. ഫസ്റ്റ് ബ്രേക്ക് വാസ് ആഫ്റ്റർ മൈ സൺ വാസ് ബോൺ. അപ്പോ ഈ പറഞ്ഞ പോലെ കുറെ ചാലഞ്ചസ് ആയിരുന്നു. മോനെ ആരുടെ അടുത്ത് ഏൽപ്പിച്ച് പോരാനും താല്പര്യമില്ല. ആൻഡ് ഫോർച്ചുനേറ്റ്ലി അറ്റ് ദാറ്റ് ടൈം ഹസ്ബൻഡ് ഓൾസോ ഗോട്ട് എൻ ഓൺ സൈറ്റ് അസൈൻമെന്റ്. അപ്പൊ എന്തായാലും പുള്ളി ഒരു 3 ഇയേഴ്സിലേക്ക് പ്ലാൻ ചെയ്ത് US പോവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ, പോവാം എന്നുള്ളത്. അപ്പൊ മോനെയും നോക്കാം. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു കരിയർ ഒക്കെ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വീണ്ടും റീജോയിൻ എന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും വി തോട്ട് വിൽ കം ബാക്ക്. കാരണം എന്തായാലും നാട് വിട്ട് അങ്ങനെ ഫുൾ ടൈം പോകാൻ നമുക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ഐ കെയിം ബാക്ക്, നെക്സ്റ്റ് മന്ത് തന്നെ ഐ ജോയിൻഡ് മൈ ഓഫീസ്. പുതിയ ഒരു സ്റ്റാർട്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. അപ്പോ ഐ വാസ് ഇൻ ദ IT സ്റ്റാർട്ടിങ് ഫ്രം 21. അത് കഴിഞ്ഞ് MBA കഴിയുന്നത് വരെയും ഐ സ്റ്റേഡ് വിത്ത് ദ IT ജോബ് ഇറ്റ്സെൽഫ്. ആ ഒരു ടൈമിലെ ബ്രേക്ക് എന്ന് പറയുന്നത് ഹൗ ഡു യു സീ ഇറ്റ്? അതൊരു റൈറ്റ് ഡെസിഷൻ ആയിരുന്നോ, ഓർ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഡെസിഷൻ ആണോ? രണ്ട് രീതിയിലും. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫാമിലിയില് പ്രയോറിറ്റി വരുമ്പോ വിൽ മേക്ക് കോംപ്രമൈസസ്. ഇപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും ചെന്നൈയിലായിരുന്നു. ബട്ട് ദെൻ വി ഷിഫ്റ്റഡ് ടു കൊച്ചി. ദാറ്റ് വാസ് എ ബാഡ് ടൈം. 2008 ഒരു ഇത് നടക്കുന്ന സമയം, റിസഷൻ നടക്കുന്ന സമയമായിരുന്നു. സോ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് എൻ ഓപ്പണിംഗ്. ദാറ്റ് വാസ് സംതിങ് ഐ ലൈക്ക്. ഇൻ ദ സാലറി ഐ ലൈക്ക്. അതേസമയത്ത് തന്നെ എനിക്ക് ചെന്നൈന്ന് മച്ച് മോർ സാലറി ഉള്ളത് കിട്ടുമായിരുന്നു. ബട്ട് ഇൻ ദ ലോങ് റൺ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് ഓൾ ഗുഡ്. ആ സമയത്ത് നമുക്ക് it was a ഒരു struggle, അല്ലേ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ മോന്റെ ഇതിൽ ബ്രേക്ക് എടുത്തതിൽ എനിക്ക് വലിയ റിഗ്രസ് ഒന്നുമില്ല. ബിക്കോസ് ഐ എൻജോയ്ഡ് ദ ന്യൂ കൺട്രി. മോന്റെ കൂടെ അത്രയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് വാസ് റിയലി എ ബ്ലെസ്സിങ്. ബട്ട് അറ്റ് ടൈംസ് ഞാനൊരു ഭയങ്കര സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളല്ല. അതൊരു പ്രോബ്ലമാണ്. എന്റെ ഒരു സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്നത് എന്റെ ജോലിയിലായിരുന്നു കൂടുതലും. അപ്പൊ അത് ഐ മിസ്ഡ് എ ലോട്ട്. അതിന്റെ പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഇടയ്ക്ക് വരും. ബട്ട് again, maybe after 5 years you look back and you see the good picture only. പലപ്പോഴും അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടതല്ലേ. ആ ഒരു പോയിന്റിലെ ഒരു സ്ട്രഗിളിനേക്കാൾ ഉപരി മേ ബി 10 years ഫ്രം നൗ വെൻ യു ലുക്ക് ബാക്ക്, നമ്മൾ ശരിക്കും അതിന് പ്രൗഡ് ആണോ അല്ലയോ എന്നുള്ളതായിരിക്കും നമുക്ക് വേണ്ടുന്ന ഒരു ഡിസിഷൻ. ഞാൻ മക്കളെ ചെറുതായിരുന്നപ്പോൾ, അതായത് കല്യാണം കഴിഞ്ഞ് ഉടനെ അടുത്ത കുട്ടികളായി, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബ്രേക്ക് എടുക്കുക, ഐ എം നോട്ട് ഗോയിങ് ഫോർ ജോബ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ടഫ് ഡിസിഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും ഫാമിലി മെമ്പേഴ്സും ഒക്കെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ എന്നാ ഞാനിപ്പോ നോക്കുമ്പോ എനിക്ക് അവരുമായിട്ടുള്ളൊരു കണക്ഷൻ ശരിക്കും ഞാൻ ബിൽഡ് ചെയ്ത ആ ഒരു പീരീഡിൽ തന്നെയാണ്. ഐ എം റിയലി പ്രൗഡ് ഫോർ ടേക്കിംഗ് ദാറ്റ് ബ്രേക്ക്. ഞാനിപ്പോ എല്ലാവരോടും പറയുകയും ചെയ്യും അത്. ആ ഒരു സമയത്ത് ബ്രേക്ക് എടുക്കുന്നതിൽ ഒരിക്കലും അന്നേരം ചലഞ്ച് ഉണ്ടാവും, പക്ഷെ യു ആർ ഷുവർലി ഗോയിങ് ടു താങ്ക് യുവർ സെൽഫ് ഫോർ ദാറ്റ് ബ്രേക്ക് എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോണ കുറേ കാര്യങ്ങൾക്ക് നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്ന് തോന്നുന്നു അല്ലെ? പലപ്പോഴും നമ്മൾ വീട്ടിൽ ഒതുങ്ങി ഒരു സോഷ്യൽ സർക്കിൾ ഇല്ലാതെ, അതെ. പിന്നെ പലരും ഗോ ത്രൂ ചെയ്യുന്ന സ്ട്രെസ് ഭയങ്കര കൂടുതലാണ് ആ ഒരു പീരിയഡിൽ, എസ്പെഷ്യലി ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ സ്വയം നമ്മൾ അപ്സ്കിൽ ചെയ്ത് കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇഫ് യു Definitely. ആർ പ്ലാനിങ് ടു റീജോയിൻ, ഡെഫിനറ്റ്ലി അത് വേണം. വേറൊരു കാര്യം, ഒരു പോയിന്റ് തോന്നിയിട്ടുള്ളത് ആ ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. ഇപ്പോ ഞാനിപ്പോ കോളേജ് കഴിയുന്നത് വരെ ഓക്കെ അച്ഛന്റെയും അമ്മയുടെയും ഇതിൽ ജീവിച്ചു. ആഫ്റ്റർ ഐ ജോയിൻഡ് കരിയർ, പിന്നെ ഒരിക്കലും വേറൊരാളുടെ ഒരു എന്താ പറയാ ഫിനാൻസിന് ഒരു വേണ്ടി dependency യില് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നില്ല. അത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല, അതിന്റെ ഒരു ആവശ്യവുമില്ല. കാരണം യു ഹാവ് എ ഹസ്ബൻഡ് ഹു ഗിവ്സ് യു ക്രെഡിറ്റ് കാർഡ് എന്നാണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുന്നതിലൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. കുറ്റബോധമൊന്നുമല്ല, അവിടെ റൈറ്റ് ആണെന്ന് വിചാരിക്കണം. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സി ഈവൻ ഇഫ് ഇറ്റ് ഈസ് യുവർ ഹസ്ബൻഡ്സ് മണി, ഇറ്റ്സ് ഓക്കെ ടു സ്പെൻഡ് ഇറ്റ് എന്നുള്ള മൈൻഡ് സെറ്റ് അത് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഒരിക്കലും ആ ഒരു പ്രായത്തിന് ശേഷം ആരോടും ഒന്നിനും കാശ് ചോദിക്കാതെ ജീവിച്ചിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അത് മാത്രമാണ് അതിലൊരു ഡ്രോബാക്ക്. ഈ ഒരു ഇത് ഡു യു പാസ് ടു യുവർ ചിൽഡ്രൻ? ആക്ച്വലി നോ. അതിന്റെ ഒരു വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. അത്
മോൾക്ക് ഇപ്പൊ അത് മനസ്സിലാവുന്ന പ്രായം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി ബട്ട് ആഫ്റ്റർ സം ടൈം ഐ സ്ലോലി ടെൽ ഹെർ ഇറ്റ്സ് ഓക്കെ ടു ഡിപെൻഡ് ഓൺ സംവൺ എൽസ് എന്നുള്ളത് ഇതുവരെ ഇല്ല. മക്കളുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിക്കും ആർ യു കംഫർട്ടബിൾ ഇൻ നിഷയുടെ ഒരു പേഴ്സണൽ സ്പേസ് ചെയ്യുന്നുള്ള ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണോ കുട്ടികളുമായിട്ട്? മോസ്റ്റ്ലി ആണ്. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഷെയർ ചെയ്യാതെ പിടിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ദേ ലിവ് വിത്ത് us. ദേ ആർ ലുക്കിംഗ് അറ്റ് us അല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കണേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ദേ ലുക്ക് അറ്റ് us and learn. അതെ, definitely. അപ്പൊ ഈ മോളായാലും മോനായാലും ഈ പറഞ്ഞ പോലെ ഞാനും ഹസ്ബൻഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടാണ് അവര് പഠിക്കുന്നത്. അതെ. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് എന്റെ ഒരു ഹോപ്പും. അതായത് ഓരോ ഫാമിലിയിലും ഓരോരുത്തർക്കുള്ള റോള് അവര് കണ്ടുപിടിക്കണം. ആൻഡ് വി ട്രൈ ടു ലിവ് അപ് ടു ദാറ്റ്. നിങ്ങളുടെ അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ I try to do that as well. But still, there are points where you show your extreme emotions and then you think that, okay, അത് വേണ്ടിയിരുന്നില്ല അവരുടെ ഫ്രണ്ട് അങ്ങനെ എന്നുള്ളത് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പോ now that they've grown up, ഞാനത് ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കും. This was the situation, that's why it's not an appropriate behavior എന്നുള്ളത് പറയാറുണ്ട്. അതന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ മനുഷ്യരാകുമ്പോ എന്തായാലും നമ്മൾ ലൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് ഹൗ വി ഗെറ്റ് ബാക്ക് എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ചിലപ്പോ ഞാൻ വിചാരിക്കും ഞാനൊരു ദിവസം തമ്മിൽ ചെറിയ ഫൈറ്റ് ഇങ്ങനെ എന്താ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ ചെറിയൊരു സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മൂത്താള് ഭയങ്കര സെൻസിങ് ആണ്. എന്ത് പറ്റിയെന്നൊന്ന് ചോദിക്കും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, രസം ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് എങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ളത്. അപ്പൊ അവർക്ക് ശരിക്കും നല്ല രീതിയിൽ ഇതൊക്കെ ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ എത്ര ഹൈഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they should also see us fighting with each other. കാരണം അവരുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും. It's okay to fight. ഈവൻ ഒരു ഹെൽത്തി ഫൈറ്റ് അവർ കാണണം എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയാ അന്യോന്യം ഒരാളെ താഴ്ത്താൻ വേണ്ടിയുള്ള രീതിയിലല്ലാതെ ഒരു ഹെൽത്തി ആർഗ്യുമെന്റ് ആക്ച്വലി ദേ ഷുഡ് സി അല്ലേ. എങ്ങനെയാണ് നമ്മൾ വേറൊരാളുടെ ഒപ്പീനിയനെ റെസ്പെക്ട്ഫുള്ളി തന്നെ ഡിസഗ്രി ചെയ്യുന്നത്, അവിടെ നമ്മൾ എങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റ്സ് പുട്ട് അക്രോസ് ചെയ്യുന്നത്, അപ്പോൾ മറ്റേ ആൾ എങ്ങനെയാ അത് ടേക്കൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ ഭയങ്കര നമ്മൾ തമ്മിലൊരു ഡിസഗ്രിമെന്റ് വരണം എന്നില്ല വെൻ ആർ വ്യൂ പോയിന്റ്സ് ആർ ഡിഫറിങ്. അപ്പൊ പലപ്പോഴും ആക്ച്വലി റസ് തന്നെ ശീലിപ്പിച്ചെടുത്തൊരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ എന്റെ സൈഡിലായിരിക്കും നമ്മൾ രണ്ടാളും ഡിസ്കസ് ചെയ്തിട്ട് എത്തുക, ചിലപ്പോൾ റസിന്റെ സൈഡിലായിരിക്കും എത്തുക, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എനിക്കും റസിനും പറ്റുന്ന ഒരു മിഡ് വേയിലായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുക ആഫ്റ്റർ ദ ഡിസ്കഷൻ. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ച് ആക്ച്വലി നല്ലൊരു ലേണിംഗ് ആണ് ആ ഒരു ഇതെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതുപോലെ പലരുടെയും കേസസിൽ കണ്ടിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടായി, ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് രണ്ട് വഴിക്ക് പോകുന്നവരെയൊക്കെ കാണുന്നതാണല്ലോ നമ്മൾ. അപ്പൊ അതിനേക്കാളും കുട്ടികളോട് പറയും ഇറ്റ്സ് ഓക്കെ ടു ഫൈറ്റ്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ ഏബിൾ ടു ലവ് ഈച്ച് അതർ ദാറ്റ്സ് ഓക്കെ. ഇപ്പൊ ആരും 100% അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ ആസ് എ വർക്കിംഗ് വുമൺ, ഇപ്പൊ കുറച്ച് മുമ്പ് നിഷ പറഞ്ഞു നമ്മുടെ പോലെ പെർഫെക്റ്റ് അല്ല നിഷയുടെ ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും പലതും പെർഫെക്റ്റ് ആണെന്ന്. നിഷ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, പലരും പറയുന്നുണ്ടാവുമല്ലോ. പക്ഷെ എന്നാ നമ്മുടെ ഒരു റിയാലിറ്റിയിലോട്ട് വരുമ്പോ ഒരു പ്രത്യേകിച്ച് ഒരു ഓൺടർപ്രണർഷിപ്പും ഒരു ഫാമിലിയും ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ്. അത്രയും ഒരു ഇതിന് വേണ്ടി വരുന്ന ശരിക്കും ഓൺടർപ്രണർഷിപ്പിനെ പറ്റി ഞാൻ ആദ്യം വിചാരിച്ചത് എന്താന്ന് പറഞ്ഞാല് എന്റെ കൺട്രോളിൽ നിൽക്കും വർക്കിംഗ് ടൈം എന്നുള്ളത് കുറെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ ഫോഴ്സ് ടു എക്സേർട്ട് മോർ അല്ലെ. വെൻ ദ സിസ്റ്റം ഹാസ് ടു റൺ, ഡെഫിനറ്റ്ലി നമുക്കൊരു 9 to 5 ആയിട്ടിരിക്കാൻ അങ്ങനെ പറ്റാത്ത സമയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ നിഷയ്ക്ക് എങ്ങനെയാണ് ഒന്ന് എനിക്ക് അറിയേണ്ടത്. ഇതിലേക്ക് വന്നിട്ട് ഇസ് ദർ എനി ഗിൽട്ട് ദാറ്റ് യു ഹാവ് ഒരു വർക്കിംഗ് വുമൺ എന്ന നിലയിൽ? പല സമയത്ത് നമുക്ക് ഗിൽട്ട് സ്ട്രൈക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതില് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗിൽട്ട്. പിന്നെ ഓൾസോ ഹൗ ഡു യു സീ ദ ബാലൻസ്? ഓക്കെ, എന്റെ ഹസ്ബൻഡ് പറയാറ് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും വളരെ സ്ലോ ചെയ്യുന്ന, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഓഫ് കോഴ്സ് എഫേർട്ട് ഇടുക. ഇൻ ദ സെൻസ് ഓൺടർപ്രണർഷിപ്പ് ഇസ് എ 24/7 ജോബ് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഇടയിൽ എപ്പോഴാണെങ്കിലും ഒരു ഫോൺ കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്നതല്ല. മേ ബി ആഫ്റ്റർ വി ഗ്രോ ടു മച്ച് അതൊക്കെ നമുക്ക് ചെയ്യാം. അൺടിൽ ആൻഡ് അതർവൈസ് അത് നമുക്ക് അതുവരെ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്ത് ഐ ബിലീവ് ഇൻ ദാറ്റ്. കാരണം നമ്മുടെ ഒരു
എന്താ പറയാ ബിസിനസിന്റെ ഓരോ ആസ്പെക്റ്റും നമ്മൾ അതിന്റെ മാസ്റ്റേഴ്സ് ആയിരിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടീമിന് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിഗ്രറ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് രണ്ട് രീതിയിലാണെങ്കിലും നമ്മൾ ഏതായാലും എഫേർട്ട് ഇടുന്നുണ്ട്. സോ നൗ വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. ആകെയുള്ളത് ദർ ആർ മെനി കോംപ്രമൈസസ് മൈ ഫാമിലി ഹാസ് ടു മേക്ക്. അത് എന്താ പറയുക, ഇപ്പൊ ഹസ്ബൻഡിന്റെ കാര്യത്തിലായാലും പിള്ളേരുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പണ്ട് സ്പെൻഡ് ചെയ്തിരുന്ന അത്ര സമയം അവരുടെ കൂടെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈവൻ ദാറ്റ് നൗ ഐ ഫീൽ ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മളങ്ങനെ മൈക്രോ മാനേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അവരവരുടെ കാര്യങ്ങൾ തന്നെ തന്നെ ചെയ്തു പോകുന്ന പ്രായമായി. അതുവരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു. മേബി ഇറ്റ്സ് ടൈം. അതെ, ആഫ്റ്റർ ഓൾ അവർക്ക് വേണ്ടുന്നത് എന്താ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു പേരന്റിനെ ആണല്ലോ, ഒരു എൻവയൺമെന്റ് ആണല്ലോ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഉള്ള കംപ്ലീറ്റ്ലി അത്രയും ടൈം അവൈലബിൾ ആയില്ലെങ്കിലും അവൈലബിൾ ആകുന്ന സമയം നല്ല രീതിയിൽ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ ഒരു 50-50 നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും അങ്ങനെ നടക്കണം എന്നില്ല. ഇപ്പൊ ചില സമയം നമ്മളൊരു 80% വർക്കും 20% ഫാമിലി എന്നുള്ള സമയം ഉണ്ടാവും. ചിലപ്പോൾ നേരെ തിരിച്ചുണ്ടാവും ഓരോ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിലും ഒരു ബാലൻസ് വേണം എന്നുള്ളത്. തീർച്ചയായിട്ടും വേണം. കാരണം എന്ന് വെച്ചാൽ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് ഓൺ ദ ഹോൾ, ഇപ്പൊ എന്നെ പോലെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്നവർക്ക് ഒരു ഫാമിലിനെ മാറ്റി വെച്ചൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ മേ ബി കരിയർ മാറ്റി വെച്ചൊരു ഹാപ്പിനെസ്സോ മേ ബി ഡിഫിക്കൾട്ട്. രണ്ടിന്റെ ഒരു ബാലൻസിൽ പോകണം. അതിൽ എനിക്കാകെ എന്റെ ഒരു സ്വഭാവത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഹെൽപ്പ് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അത് ഈവൻ വീട്ടിലൊരു ഹെൽപ്പിനെയൊക്കെ നിർത്താനായിട്ട് എന്റെ രണ്ട് മദേഴ്സും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം എന്റെ സ്ട്രഗിൾ. അത്ര പോലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോഴും ഐ ലവ് കുക്കിംഗ് ഫുഡ് ഫോർ മൈ ഫാമിലി. അത് ഔട്ട്സോഴ്സ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താ വെച്ചാൽ ചില സമയത്ത് അത് നമ്മളൊരു സൂപ്പർ വുമൺ ആവാൻ ശ്രമിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ബട്ട് യു ട്രൈ ടു ബി ദാറ്റ് അല്ലേ. അവിടെ ഇപ്പൊ നമുക്ക് എത്താതെയാവുമെന്ന് വെച്ചാൽ വി മേക്ക് ഡ്രാസ്റ്റിക് കോംപ്രമൈസസ്. അത് നമ്മുടെ ഹെൽത്തിലാവാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് മാറ്റി കുറച്ചും കൂടെ എല്ലാവരുടെയും ഒരു ഹെൽപ്പൊക്കെ എടുത്ത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാനും കുറച്ച് ഇയേഴ്സ് ബാക്ക് ഈ ഒരു പോയിന്റിലായിരുന്നു. എനിക്ക് ഒരുപാട് ചലഞ്ചസോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ്ങിന് ഒരാളെ വീട്ടിൽ കൊണ്ടുവരുന്നതും. പിന്നെ ഇപ്പൊ അടുത്തിടെയാണ് 1 year ആയി ഞങ്ങൾക്ക് കുക്കിങ്ങിന് ഒരാള് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടി ചെയ്തൊരു ഇതായിരുന്നു. പ്രത്യേകിച്ചും പ്രസ്തത്തിന്റെ ഒരു എന്താ സ്ക്രൂയിങ്ങില് വേറെ വഴിയില്ലാതെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ശരിക്കും അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. നമ്മളെല്ലാം ചെയ്യുമ്പോൾ വരുന്നൊരു കോംപ്രമൈസും എന്നാൽ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ മിസ്സായി പോകാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ഭയങ്കര ഈ ഹെൽപ്പ് നേടുക. ഈ ഹസ്ബൻഡിനോട് ഹെൽപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലേ. എങ്ങനെയത് മാറ്റാം? അത് ഇപ്പൊ പതിയെ മാറി വരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും മെച്ചുവേർഡ് ആയിരിക്കാം. ഹി ഹിംസെൽഫ് ആസ്ക് മീ വൈ ഡോണ്ട് യു ടെൽ മീ എന്നാണ് പുള്ളി ചോദിക്കുക. ഞാൻ നമ്മളത് ആലോചിക്കില്ല, എല്ലാം ഞാൻ തന്നെ എത്തണല്ലോ എന്നുള്ള വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കും. ഇടയിലൊന്നും ഒരാളെ വിളിക്കാം, ഒരാളെ ഉണ്ട് അവൈലബിൾ ആയിട്ടെന്നുള്ളത് ചില സമയത്ത് ഇതും ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇവിടന്റെ അല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്നും തോന്നുമായിരുന്നു ഒരു പോയിന്റില്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ കുറെ വഴക്കുകൾ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ രസം എന്താ ചെയ്യേണ്ടത് ചോദിക്കുന്നതന്നെ എനിക്ക് ദേഷ്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളിവിടെ കിടക്കുമ്പോ എന്തിനാ ഈ ചോദ്യം എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നൊക്കെ വണ്ടി വിട്ടിപ്പോ നോക്കുമ്പോ കുറെ കൂടെ കോപ്പറേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് പുള്ളിക്കാരനും ചെയ്യാനും ഇനിയിപ്പോ അല്ല ഒന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് പറയാനും ഒക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ നിങ്ങളും അത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, വണ്ടി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ്. ആൻഡ് വൺ തിങ് ഇസ് ജെൻസിന്റെ മേ ബി അവരുടെ ആ ഒരു ജീനിന്റെ ആയിരിക്കാം, അവർക്ക് അങ്ങനെ നമ്മുടെ മൈൻഡ് വായിക്കാനൊന്നും അറിയില്ല. അതൊരു ഫാക്റ്റാണ്. ബട്ട് വൺസ് യു എക്സ്പ്ലിസിറ്റ്ലി ടെൽ ദം ദേ ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ 2 ആമക്കളില് ഒരാള് നേരെ ഓപ്പോസിറ്റാ.
ആർക്ക് എവിടെ എന്ത് ഹെൽപ്പ് വേണേലും നമ്മൾ വിളിക്കാതെ ആളവിടെ എത്തും. ആയിരിക്കും. എന്ന് പറഞ്ഞാ ഇതുപോലെ ആദ്യം ആളുടെ കാര്യങ്ങൾ തന്നെ കൊളാക്കിയിട്ട് വേറെ ആൾക്കാരെ സഹായിക്കാൻ പോകുന്നു. ഇപ്പൊ അത് ഒരുവിധം മാറി. പക്ഷെ ഹീസ് എ ഹെൽപ്പർ ബോയ്. ആർക്ക് എന്ത് വേണേലും എവിടെയും ഇപ്പൊ തുണി മടക്കാനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി തന്നെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഈ ഗേൾ ബോയ് എന്നുള്ളതാണോ അവിടെ, അതോ ഇനി ഇത് റെയർ കേസസ് ആണോ എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഈസ എല്ലാം ചെയ്ത് വളർന്നു വന്ന ഒരാളാണെങ്കിലും ഇപ്പൊ നോക്കുമ്പോ അവൻ പല കാര്യങ്ങളും അത്ര അങ്ങനെ ഇൻട്രസ്റ്റോട് കൂടിയല്ല. പക്ഷെ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകും എന്നുള്ളതാ. പക്ഷെ ഇതൊരു പെൺകുട്ടി ചെയ്യുന്ന എൻജോയ് ചെയ്താണോ നോക്കട്ടെ സന്തോഷം. കുറെ അവരുടെ അപ്ബ്രിങ്ങിന്റെയും കൂടി വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ സ്പൗസിന്റെ കാര്യത്തിൽ വരുമ്പോഴേ കാരണം എന്ന് വെച്ചാൽ ഇപ്പോ അവര് ജനിച്ച് വളർന്ന സാഹചര്യത്തില് എല്ലാം അവർക്ക് വേണ്ടി ചെയ്ത് കിട്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയില്ല ഇത് നമ്മളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. എന്റെ വീട്ടിൽ ഇതുപോലെ അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ ഒന്നിനും വിളിക്കത്ത് പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കട്ടെ എന്നുള്ള പഠിത്തമായിരുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ്. പക്ഷെ വെറുപ്പിക്കാത്തോണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ചെയ്യാനൊരു സമയം വന്നപ്പോ അതിനോട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും അതിലോട്ടൊരു ഇൻട്രസ്റ്റും എല്ലാം വന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ വിചാരിക്കും ചെറുതിട്ട്. പിന്നെ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ വളരെ ചെറുതിലേ തന്നെ മീൻ വെട്ടാനും പിന്നെ പാത്രം കഴുകാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അമ്മ കൂട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോ അപ്പച്ചിമാരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ചെറിയ കുട്ടീനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. പക്ഷെ അമ്മ ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിരുന്നു. അറ്റ് ദ സെയിം ടൈം മെജോറിറ്റി അതൊരു റെഗുലർ എവറിഡേ എന്നുള്ള രീതിയിലും അല്ല ചെയ്യിച്ചിരുന്നത്. അപ്പൊ മക്കളെ എൻജോയ് ചെയ്യിക്കുക എന്നുള്ളതൊരു ചെറുതിലെ അത് ഒരു നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. വെറുപ്പിക്കാതെ എന്നാ കംപ്ലീറ്റ്ലി ഐസൊലേറ്റും ചെയ്യാതെ ഒരു ഇന്റർമീഡിയറ്റ്ലി ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതല്ല. എന്റെ വീട്ടിൽ പിന്നെ അമ്മ ഒരു കരിയർ വുമൺ ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ഒന്ന് പിച്ച് ചെയ്യേണ്ടി വന്നു. എന്തായാലും വരുമല്ലോ. ചില സമയത്ത് അമ്മ ഇപ്പൊ ചില ട്രെയിനിങ്ങിന് ഒരു 3 ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ അച്ഛൻ നന്നായി കുക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ cooking നമുക്ക് ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആ പ്രായത്തിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ വലുതായി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും അടുക്കള നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമല്ല. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ സ്കില്ല് എല്ലാവർക്കും ഉണ്ടാവണം അല്ലേ? ഒരു ബേസ് ലൈഫ് സ്കില്ലാണ് അത്. പക്ഷെ നമ്മള് കുട്ടികളെ ചെറുതിലെ അങ്ങനെ ചെയ്യിക്കാൻ നോക്കുമ്പോ കുറെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന്ന് ഇതുപോലെ ഈസ ചെറുതിലെ തൂക്കുന്ന സമയത്ത് അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ആൺകുട്ടീനെ കൊണ്ട് ചൂല് തൊടിയിക്കാൻ പാടില്ല, എന്തോ വലിയ പ്രശ്നമാണ് എന്നൊക്കെ. നിഷ, നമ്മളിപ്പോ റീസെന്റ് ആ ട്രിവാൻഡ്രത്ത് ഒരു കുട്ടി ഫാമിലിയിലെ പലരെയും കൊന്നൊരു സംഭവം വന്നല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ വാർത്തയിൽ കണ്ടു, അതായത് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് ആ കുട്ടി ആ ഒരു ഇത് ചെയ്തത് എന്ന്. ഇവരെല്ലാരും സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ ഇവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളൊരു ഇന്റൻഷനിലാണ് പുള്ളിക്കാരനെ വിഷം കഴിച്ചത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറുതിലെ മക്കളെ ശീലിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ്. ഒന്ന് പേരൻസിൽ നിന്നാണ് മെജോറിറ്റി അവർക്ക് ആ ഒരു സ്കില്ല് കിട്ടുന്നത്. പിന്നെ അവർക്കും ചെറുതിലെ തന്നെ പൈസ കൊടുത്ത് നമുക്ക് ഗ്രോയിച്ച് കൊണ്ടുവരാൻ പറ്റും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിഷ കുട്ടിക്ക് നേരത്തെ തന്നെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ എങ്ങനെയാ മോളുടെ കഥയാണ് ഞാനതിൽ കേട്ടിട്ടുള്ളത് റെസിന്റെ. അപ്പൊ അത് ഒന്ന് ഷെയർ ചെയ്യോ? അത് ആദ്യം തന്നെ നമ്മള് പൈസ എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ടെന്നും അതല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ടെന്നുള്ള ഒരു ബോധം ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ അവർക്ക് വേണ്ടുന്നത് പ്രയോറിറ്റി ഏറ്റവും നീഡ് ആയിട്ടുള്ളത് ഏതാണ്, അവർക്ക് വാണ്ട് ആയിട്ടുള്ളത് എന്താണ്, അവരുടെ ഡിസയർ ആയിട്ടുള്ളത് എന്താണ് എന്നുള്ള ഒരു ആ ബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഡിസയർ ആയിട്ടുള്ള ഒരു കാര്യം എക്സ്ട്രാ കോസ്റ്റ്ലി ആയിട്ടുള്ളത് ചോദിക്കുമ്പോൾ വി ഷുഡ് ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഇറ്റ്. ആക്ച്വലി നിനക്ക് ഒരു മിനിറ്റിന് കിട്ടുന്ന ഒരു വാല്യൂ ആണോ, ഡു യു റിയലി വാണ്ട് ഇറ്റ് എന്നുള്ളത്. പിന്നെ ഇതുപോലെ ഇവർക്ക് ഒരുപാട് പോക്കറ്റ് മണി കിട്ടുന്ന ആൾക്കാരാകുമ്പോൾ അത് ആദ്യമൊക്കെ ഓഫ് കോഴ്സ് നമ്മളത് വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് അവരുടെ പേരിൽ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ടാക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ മോൾക്ക് തന്നെ തോന്നി, ഇല്ല ഇനി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മേ ബി ഷി വാസ് ലൈക്ക് 8 years or 7 years ആ സമയത്ത്. അപ്പൊ ദെൻ ഷി കെയിം ടു ആസ്ക് മീ എങ്ങനെ ഇത് സൂക്ഷിക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ സേവിങ് മൈൻഡ് സെറ്റ് ആയിരുന്നു. അതെ. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, സൂക്ഷിക്കുന്ന ഒരു കാര്യം, ബട്ട് മണി അവിടെ വെറുതെ ഇരുന്നാൽ അത് അത്ര തന്നെ ആവുള്ളൂ. ഇഫ് യു വോണ്ട് ടു ഗ്രോ ദ മണി യു ഹാവ് ദീസ് ഓപ്ഷൻസ്. അപ്പൊ അതിൽ ഓരോ ഓപ്ഷൻസ് ഞാൻ അയാളുടെ ആ പ്രായത്തിൽ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഇപ്പോ FD ആണെങ്കിൽ ഓക്കെ ഇറ്റ്സ് സെക്യൂർഡ് ബട്ട് യു ഹാവ് ലെസ് റിട്ടേൺസ്.
But if it's a mutual fund, you have risk, but you have more returns. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. So she wanted it to be safe first. അതായിരുന്നു ആളുടെ ആ സമയത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി. So she said that, Amma, let's go for FD. അത് മതി, ബാങ്ക് പൂട്ടി പോവില്ലല്ലോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനില്ല, പൂട്ടി പോവാത്തൊരു ബാങ്കിൽ അമ്മ ഇട്ട് തരാം. So that was the first step. But now she's like 10 years, 11 years ആവുന്നു. അപ്പൊ ഇപ്പൊ ആവുമ്പോ ഇപ്പൊ അയാളുടെ ചേട്ടനും അനിയത്തി ചെയ്യുന്നത് കണ്ടാണ് സത്യത്തിൽ ചേട്ടൻ പഠിച്ചു തുടങ്ങിയത് കേട്ടോ. അതുവരെ ചേട്ടൻ കിട്ടുന്നതെല്ലാം നമുക്ക് തരുമായിരുന്നു. ഹി വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദീസ് തിങ്സ്. പിന്നെ ഹി വാസ് സംവൺ, ഇപ്പോഴും അതെ, വിത്ത് വെരി ഫ്യൂ നീഡ്സ്, വലിയ ആവശ്യങ്ങളില്ല ആൾക്ക്. അതുകൊണ്ട് തന്നെ അതിന് ആൾക്കൊരു ഇത് തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആൾക്ക് തോന്നുന്നുണ്ട്, ഓക്കെ അനിയത്തിനെ പോലെ ഒക്കെ ഗ്രോ ചെയ്യാം. അപ്പൊ ആള് ഒരു റിസ്കി പേഴ്സൺ. സോ ഹി സെഡ് ദാറ്റ് FD വേണ്ട, ഐ വാണ്ട് ടു പുട്ട് ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു SIP സ്റ്റാർട്ട് ചെയ്ത് അയാൾക്ക് അങ്ങനെ കൊടുക്കും. SIP യുടെ റിട്ടേൺസ് കണ്ടപ്പോഴാണ് അനിയത്തിക്ക് തോന്നിയത്, എന്നാകുമ്പോ ഒരു കാര്യം, ഈ ഒരു FD ഇന്ന ഡേറ്റിൽ മെച്ചുവർ ആവും, സോ വൈ ഡോണ്ട് വി സ്റ്റാർട്ട് പുട്ട് ദാറ്റ് ഇൻടു എ മ്യൂച്വൽ. അങ്ങനെയുള്ള ഡിസ്കഷൻസ്. അത് കൂടാതെ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്, ബോയ്സിന് നമ്മളെപ്പോഴും ഇപ്പൊ അവർക്ക് ക്ലിയർ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അവർ ഇന്ന പ്രായമാകുമ്പോഴത്തേക്ക് അവർക്കൊരു ജോലി ഉണ്ടാവണം, ജോലി കഴിഞ്ഞ് ഇന്ന പ്രായമാകുമ്പോഴത്തേക്കും എന്താ പറയാ, ഒരു വീട് വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്നീ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റൽ പ്രഷർ ഉണ്ടല്ലോ അതിലെത്താൻ. ഇതില്ലാത്തത് ഗേൾസിനോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്ത ഏറ്റവും ആദ്യത്തെ കാര്യം, യു ഗെറ്റ് എ ജോബ് ആൻഡ് ദ ഫസ്റ്റ് തിങ് യു ഡു ഇസ്, ആഫ്റ്റർ യു ഏൺ സം മണി, യു പുട്ട് ദാറ്റ് ആസ് എൻ EMI ഫോർ എ റിയൽ എസ്റ്റേറ്റ്. അതൊരു സ്ഥലമാവാം, വീടാവാം, അത് ഫ്ലാറ്റ് ആവാം, വാട്ട് എവർ യു വാണ്ട്, യു ഡു ഇറ്റ്. കാരണം നമ്മൾ ഈ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം അത് തരുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നും മോശമായിട്ട് സംഭവിച്ചിട്ടല്ല. പക്ഷേ ദർ ഷുഡ് ബി സംതിങ് ഓൺ ദിസ് എർത്ത് ദാറ്റ് ഇസ് ഇൻ യുവർ മീ. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ളത്, അത് ക്ലിയർ മൈൽ സ്റ്റോൺസ് ആയിട്ട് തന്നെ, ഇതേപോലെ തന്നെ ആദ്യം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇടുക, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കണമെങ്കിൽ വണ്ടി വാങ്ങിക്കുക. ഡു ഓൾ ദാറ്റ്, പ്ലാൻ ഫോർ ദാറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ കരിയർ മൂവ്സ് ചെയ്യണമെങ്കിൽ ചെയ്യുന്നതും ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതേപോലെ ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ജെൻസി കുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ ആ പ്രായമാവുമ്പോൾ കാണുന്നുണ്ടല്ലോ, രണ്ടുപേർക്കും അവരുടേതായ എന്താ പറയാ, ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാവും, അവരുടെ അസറ്റ്സ് ഉണ്ടാവും. ദേ ഡിസ്കസ് ദാറ്റ് ആൻഡ് ദേ ടേക്ക് ഇറ്റ് ടുഗെദർ. അപ്പോ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ടു ഹാവ് ദാറ്റ് എന്ന് തോന്നാറുണ്ട്. എന്നിട്ട് എങ്ങനെയാ മോള് ആ ഒരു ലെസൺ എത്രത്തോളം അബ്സോർബ് ചെയ്തു? ഇതുവരെ മണി സ്പെൻഡ് ചെയ്യുന്നതിലൊക്കെ ആള് വളരെ തൃപ്തിയാണ്. ഞങ്ങൾക്ക് കടം തരുന്നത് വേൾഡ് ബാങ്ക് ആണ് ഇപ്പോ. കാരണം ഈ ബാക്കിയുള്ളതിലൊക്കെ ഇട്ടിട്ട് ആളുടേനാണ് കുറച്ച് കാശ് ഉണ്ടാവുക, അതിൽ നിന്നാണ് ഞങ്ങൾ എടുക്കാറ്. അത് തിരിച്ചു കിട്ടുന്നുണ്ട്. അതിന് ചേട്ടനെയൊക്കെ ഇപ്പോ 10 രൂപയൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ചാർജ് ചെയ്ത് തുടങ്ങി ഷൈനൊക്കെ. അപ്പോ അത് ആ ഒരു എനിക്ക് തോന്നുന്നു ദ നീഡ് ഫോർ മണി, അല്ലെങ്കിൽ അത് റൈറ്റ് സെൻസിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സമയത്ത് നമുക്ക് തോന്നും അത് കുറച്ച് ഓവറായി പോകുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ നമ്മൾ അതൊന്ന് കേർട്ടയിൽ ചെയ്യും. ബട്ട് ഐ തിങ്ക് ഷീ നോസ് വാട്ട് ഷീ നീഡ്സ്. ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ മനസ്സിലൊരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ആദ്യം നമ്മുടെ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കടം കൊടുക്കുമ്പോ ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കൊടുക്കും. പക്ഷെ ഭയങ്കര പെക്യൂലിയർ ആണ്. ഇന്ന ആളുടെ എനിക്ക് ഇത്ര കിട്ടാനുണ്ട്, അങ്ങനെ വേണം. പക്ഷെ എനിക്കിത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് എന്തോ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ എന്റെ ചെറിയൊരു പണി അവിടെ ഒന്ന് ഒന്നുണ്ട്, ഇവര് തമ്മില് ഇപ്പൊ ഒരാൾക്കൊരാവശ്യം വരുമ്പോ നമ്മള് അങ്ങനെ പൈസ നോക്കാതെ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളൊരു. ഇപ്പൊ നമ്മള് ഫാമിലി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ചിലർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ വി എക്സ്പെക്ട് ഇറ്റ് ബാക്ക്, എന്നാൽ ചിലർക്കാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ രണ്ടും അവർക്ക് വരിക എന്നുള്ളൊരു ഇതില് അങ്ങനെ ചെറിയൊരു ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ പറ്റി. അപ്പൊ എന്താണ് ഒരു വർക്കിംഗ് വുമണിന് ഈ വിമൻസ് ഡേക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജോ ഒരു ഹെഡ്സപ്പോ എന്താണ് വിഷയം? അത്രമാത്രം കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പക്ഷെ ഭയങ്കര എളിമയുള്ള ഒരാളാണ് കേട്ടോ. മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എങ്ങനെയൊക്കെ പോയാലും. അപ്പൊ നമുക്ക് പല പല ആസ്പെക്ട്സ് ആണല്ലോ. റിലേഷൻഷിപ്സ് ഉണ്ട്, നമ്മുടെ കരിയർ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, നമ്മുടെ ഹോബീസ് ഉണ്ട്. ഇതെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. റിലേഷൻഷിപ്സ് ആർ നോട്ട് ബാഡ് ഓൾവേസ്. നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് ആൻഡ് എനർജി തരുന്ന കാര്യങ്ങളാണ് പല റിലേഷൻഷിപ്സ്. അപ്പൊ അതിനെ നേർച്ചർ ചെയ്യുക.
അതല്ലാത്തതിനെ യു ഡിസൈഡ് ഓൺ വെദർ വാട്ട് യു വോണ്ട് ടു ഡു വിത്ത് ദാറ്റ്. അതേപോലെ തന്നെ കരിയറും ചിലര് വളരെ എൻജോയ് ചെയ്ത് അവര് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് തോന്നുമെങ്കിലും ദേ റിയലി എൻജോയ് ദാറ്റ് ഡൂയിങ് ദാറ്റ്. അപ്പോ ഡു ദോസ് തിങ്സ് ദാറ്റ് യു ലൈക്ക് ഓർ യു ലവ് ടു ഡു. ചില സമയത്ത് നമുക്ക് ചെറിയ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോലും വിൽ ഹാവ് ടു ഡു സംതിങ് ഫോർ ദി ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. അതും ഒരു പരിധി വരെ ചെയ്യണം. കാരണം അതാണല്ലോ നമ്മൾ ആനിമൽസും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള വ്യത്യാസം. ഡോണ്ട് ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ ഹാപ്പിനെസ് അലോൺ. കാരണം മറ്റേയാള് ഹാപ്പി ആവുന്നത് ക്യാൻ ബി എ റീസൺ ഫോർ യുവർ ഹാപ്പിനെസ് അല്ലേ പലപ്പോഴും. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവുന്നത് തന്നെ നമുക്ക് വേദനിച്ചിട്ടാണ് കുഞ്ഞുണ്ടാവുന്നുള്ളൂ. പക്ഷേ ആഫ്റ്റർ ദ എൻഡ് റിസൾട്ട് ഇസ് എ ഹാപ്പിനെസ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പെയിൻ എടുക്കാൻ നമ്മൾ റെഡിയാവുക, അത് ഹോൾ ഹാർട്ടഡ്ലി റെഡിയാവുക. അത് ആരും നിർബന്ധിച്ചിട്ടാവരുത് അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ 40s എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്കിപ്പോ ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും എന്റെ ഗേൾസ് ഫ്രണ്ട്സ് എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. കാരണം നമ്മൾ ഒരുപാട് വെന്റ് ഔട്ട് ചെയ്യുന്നത് ആ സമയം അവരുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിനെയും ഗ്രോ ചെയ്ത് കൊണ്ടുവരിക, ചെറുപ്പം തൊട്ടേ ഗ്രോ ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ഫൈൻ ടൈം വിത്ത് യുവർ കിഡ്സ്. അവരുടെ കൂടെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, കളിക്കാനും അല്ലെ. കളിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റും. നമ്മളെ യങ് ആയിട്ട് കീപ്പ് ചെയ്യാനും അതെ. ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ജെൻസി ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നത് ആ സമയത്താണ്. അവരോരോന്ന് പറയുമ്പോ എനിക്ക് പലപ്പോഴും പിടികിട്ടാറുണ്ടായിരുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടത്തോടെ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. എല്ലാവരും സമയമില്ല എന്നൊക്കെ തോന്നുമെങ്കിലും സമയമുണ്ട്. അതിനെല്ലാം സമയം കണ്ടെത്തി ഹാപ്പി ആയിട്ടിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ. നിഷ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു സെൽഫ് ലവിന്റെ ഒരു അറ്റ്മോസ്റ്റ് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് നമുക്ക് വേറൊരാളെ ഹാപ്പി ആക്കുന്നതിലൂടെ നമ്മുടെ ഹാപ്പിനെസ് കിട്ടും. അപ്പൊ അതിന്റെ ഒരു റൈറ്റ് ബാലൻസ് ആണ് ശരിക്കും ആസ് ഹ്യൂമൻസ് നമ്മുടെ ലൈഫിൽ വരേണ്ടത്. അപ്പൊ ഐ ഗെസ് ദിസ് ഇസ് എ ഗ്രേറ്റ് മെസ്സേജ്. ഈ ഒരു വിമൻസ് ഡേയിൽ മുന്നോട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ആണിത്. അപ്പൊ നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. താങ്ക്സ് എ ലോട്ട് നിഷ ഫോർ താങ്ക് യു ഫോർ ഹാവിംഗ് മീ.